ലിമിറ്റഡ്. പൂരാവേശത്തിൽ തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിനായി ഒരുങ്ങി നഗരം. തിരുവമ്പാടിയും പാറമേക്കാവും വെടിക്കെട്ടിന് അല്പസമയത്തിനകം തിരികൊളുത്തും. വിവരങ്ങളുമായി പൂരനഗരിയിൽ നിന്നും എബി ജോൺ തോമസ് ഉണ്ട്. തൃശൂർ അല്പസമയത്തിനകം വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? അതിന് സാമ്പിൾ വെടിക്കെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. അക്ഷമയോടെ തന്നെ ഈ പൂരനഗരിയിൽ ഈ പൂരത്തിന്റെ ആവേശം കാണുന്നതിനായി പൂരത്തിലെ ഓരോ പങ്കെടുക്കുന്നതിനായി എത്തിയിരിക്കുന്ന ഓരോ ആളുകളും അതിനുവേണ്ടി അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ള ദേവസ്വം ബോർഡിന്റെ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലാണുള്ളത്. അവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പൂരത്തിന്റെ ഈ സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതിനായി എത്തിയിട്ടുണ്ട്. എന്തായാലും ആദ്യം പാറമേക്കാവ് വിഭാഗമാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിനെ തിരികൊളുത്തുക. അതിനുശേഷം തിരുവമ്പാടി വിഭാഗം തിരികൊളുത്തും. 7 മണിയോടുകൂടി ഇതൊക്കെ ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ആളുകളെല്ലാം തന്നെ ഇതിന്റെ മുകളിലേക്ക് കയറിയിരുന്നു. പക്ഷേ എല്ലാവരും വളരെ അക്ഷമയോടുകൂടി, പക്ഷേ ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം നിരവധിയായിട്ടുള്ള വിസ്മയങ്ങൾ ഇത്തവണ ഈ പൂരത്തിൽ, അല്ലെങ്കിൽ ഈ പൂരത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് വിസ്മയങ്ങളുടെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത് ഓരോ പൂരത്തിലും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. ഒരു പൂരത്തിന് വന്നു കഴിഞ്ഞാൽ മറ്റൊരു അടുത്ത പൂരത്തിൽ ഉറപ്പായും പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള ഘടകങ്ങളും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഈ സാമ്പിൾ വെടിക്കെട്ട് അത് പേര് പോലെ അത്ര സാമ്പിൾ മാത്രമായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തത്. കാരണം നിരവധിയായിട്ടുള്ള വിസ്മയങ്ങളുടെ ഒരു ചെപ്പ് തന്നെയാണ് ഈ സാമ്പിൾ വെടിക്കെട്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇത്തവണ നിരവധിയായിട്ടുള്ള വിസ്മയങ്ങളെല്ലാം തന്നെ അതിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ചില സംഗതികൾ അത് സസ്പെൻസായി തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ ഇത്തരത്തിൽ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വൈകുന്നേരം വരുന്ന സമയത്ത് തന്നെ ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ആ വെയിലിനെ, ചൂടിനെ ഒന്നും തന്നെ വകവയ്ക്കാതെ അവർ അതിലേക്ക് ഈ ഒരു വിസ്മയ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഓരോ കെട്ടിടങ്ങളിലും ഇതിന് ഈ റൗണ്ടിന് ചുറ്റുമുള്ള ഓരോ കെട്ടിടങ്ങളിലെയും മുകളിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഏവരും കാത്തിരിക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ടിന്റെ ആ വിസ്മയത്തിലേക്ക് എത്താൻ കഴിയും. എന്തായാലും കാളിദാസും ഭദ്രയൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. ഭദ്ര, ഇത്തവണ നിരവധിയായിട്ടുള്ള വിസ്മയങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പ്രേമലു ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, മഞ്ഞുമൽ ബോയ്സിന്റെ പറയുന്നത് ഗുണാക്കേവ് പൊട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ശബ്ദത്തിനും നിറത്തിനും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഭവമായിരിക്കും. ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എബി. അപ്പൊ അതുകൊണ്ട് തന്നെ ശബ്ദം കുറച്ചുകൊണ്ട് വർണ്ണം, കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എന്തായാലും അങ്ങനെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആ ഒരു വ്യക്തിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട് പ്രേക്ഷകർക്ക്. സതീശൻ എന്ന് പറയുന്ന വ്യക്തി, അതെ, മുണ്ടത്തിക്കോട് സ്വദേശിയാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് പാറമേക്കാവിനും തിരുവമ്പാടിക്കും വേണ്ടി കഥനങ്ങളൊക്കെ ഒരുക്കുന്നത്. അത് വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ, പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു. മാത്രമല്ല പറയുന്നുണ്ട്, നമുക്ക് കഴിഞ്ഞ വർഷം വരെയൊക്കെ നമ്മള് മത്സരമായിരുന്നു, പക്ഷെ ഇപ്പൊ സൗഹൃദമാണ്. രണ്ടു കൂട്ടരും കൈപിടിച്ചുകൊണ്ടുള്ള ഒരു. എന്നിരുന്നാലും അവിടെ സസ്പെൻസുകളുണ്ട് എന്നുള്ളതാണ്. കാളിദാസിന്റെ ആദ്യത്തെ പൂര റിപ്പോർട്ടിംഗ് ആണെന്ന് കാളിദാസ് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ആഘോഷവും സന്തോഷവും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെ, തീർച്ചയായും. കാരണം ഞാൻ ആദ്യമായിട്ട് പൂരം കാണാൻ വരുന്നത് തന്നെ കഴിഞ്ഞ കൊല്ലമാണ്. ഇത്തവണ എനിക്ക് ആ പൂരം റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം കൂടെ ലഭിച്ചു. അത് തന്നെ വലിയ കാര്യമാണ്. മാത്രമല്ല, ഇതൊക്കെ കണ്ട് ഈ സാമ്പിൾ വെടിക്കെട്ട്, നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഞാൻ ഈ താഴെ നിന്നിട്ടേ ഇതിന്റെ കണ്ടിട്ടുള്ള ഒരു അനുഭവം ഉള്ളൂ. ഇതിന്റെ മുകളിലെത്തിയപ്പോഴാണ് ഇത്ര ആൾക്കാർ ഇതിന്റെ മുകളിലുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. താഴത്തേക്കാളും കൂടുതൽ മുകളിലാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്. പല ബിൽഡിങ്ങുകളിൽ നമ്മുടെ ചുറ്റിനുള്ള കെട്ടിടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഒളിപ്പിച്ച് വെച്ച വിസ്മയങ്ങൾ കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, ഞാനും കാത്തിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സും പ്രേമലു, ഭ്രമയുഗം, ഗഗന്യാൻ. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഗഗന്യാൻ. ഏറ്റവും ഹൈലൈറ്റ് ഗഗന്യാനാണ്. നമ്മളിവിടെ വന്നപ്പോ തൊട്ട് കാണുന്ന ഒരു മുടിയൊക്കെ കളറൊക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പായിട്ട് വന്നിരിക്കുന്ന ഒരു കക്ഷി. ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര നാണമാണ്. ആദ്യം നമ്മൾ വന്നപ്പോ നമ്മളെ ഇടയ്ക്ക് ക്യാമറയുടെ ഇടയ്ക്ക് ഒരു മിന്നായം പോലെ നമ്മൾ പോകുന്നത് കണ്ടായിരുന്നു. അതിനുശേഷം എന്നാ പിന്നെ ലൈവിലേക്ക് വരുമ്പോൾ നമുക്ക് പിടിക്കാന്ന് ഓർത്തിട്ടിരിക്കും. അപ്പോഴത്തേക്ക് ഇപ്പൊ പുള്ളി ഓടി രക്ഷപ്പെട്ടു. എന്തായാലും ഇങ്ങനെ കുറെ കുട്ടികളായിട്ടും അങ്ങനെയൊക്കെ പൂരത്തിന്റെ ഒരു ആവേശം, ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ കാളിദാസ് പറഞ്ഞല്ലോ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഞാൻ തൃശ്ശൂരുകാരിയാണ്. കഴിഞ്ഞ കുറെ വർഷമായിട്ട് തൃശ്ശൂർ പൂരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാലും
എന്താ പറയാ, നമുക്ക് സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അകലെ നിന്നിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ കേരള വിഷനിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഇത്രയും അടുത്ത് നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ എബിയുടെ വിശേഷങ്ങൾ, അത് എബി ഇതിനു മുമ്പ് തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കാണാനൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ 2013 പൂരത്തിനാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിനുശേഷമുള്ള എല്ലാ പൂരങ്ങളിലും തന്നെ ഒരു പൂരം ഒഴിച്ച് ബാക്കി എല്ലാ പൂരത്തിനും തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും കേരള വിഷനൊപ്പം തന്നെ എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ പൂരം ഓരോ തവണയും നമ്മളെ ഇങ്ങനെ അടുത്ത തവണത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് ഇത് തന്നെയാണ്. ഓരോ തവണയും ഓരോ വിസ്മയങ്ങളാണ്. നമുക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടുത്ത പൂരത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായും കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു സന്തോഷം ഒരു തന്നെയല്ല, നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം അതിന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തവണ വന്ന് പിന്നെ അടുത്ത പൂരത്തിലേക്ക് വരുമ്പം അന്ന് കണ്ട ആളുകളെയൊക്കെ തന്നെ വീണ്ടും കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഒത്തുചേരലിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഒരു ഒത്തുചേരലിന്റെ ഒക്കെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഇതിന്റെ പരിശോധനകളും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഇതിന്റെ മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജിഷ്ണുവിന്റെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കൊരു പക്ഷേ അത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാകും. എന്തായാലും ആദ്യം പാറമേക്കാവാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുക. അതിനുശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ അവരാണ് പിന്നെ അതിന്റെ ഒരു ഊഴം ഉണ്ടാകുക. ആളുകൾ എന്തായാലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വൈകുന്നേരം മുതൽ തന്നെ കടുത്ത ചൂടിനെയും വെയിലിനെയൊക്കെ വകവെക്കാതെ അവരെല്ലാവരും തന്നെ ഇതിലേക്ക് എത്തുകയായിരുന്നു. ആ കാത്തിരിപ്പ് ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം, സന്തോഷം ഒക്കെ തന്നെ ഉണ്ട്. വലിയ പ്രതീക്ഷകളാണ് എല്ലാവരും ഈ പൂരവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോൾ തൊട്ട് കാണുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട് ഇതിന്റെ സംഘാടകര് ആ ഭാഗമായിട്ടാണോ ടാഗൊക്കെ കൊണ്ടായിരുന്നില്ല കഴുത്തില്? അതാ ഞാൻ. അപ്പോ എന്താ പൂരത്തിന് ആദ്യമായിട്ടാണോ? അല്ല, നമ്മുടെ ഇവിടെ അടുത്ത. എങ്ങനെയുണ്ട് ഓരോ തവണയും പൂരത്തിന് വരുമ്പോൾ? നല്ല എല്ലാ തവണയും ഇതിന്റെ മുകളിൽ നിന്ന് തന്നെയാണോ? ഇവിടെ തന്നെ വന്ന് കാണാറ്. ഇതൊരു സൗകര്യമാണല്ലോ. അപ്പം അവരൊക്കെ എവിടെയാ? പൂരത്തിന് വേണ്ടി തന്നെ പോകുന്നു. അതാണ് ശരിക്കും പൂരത്തിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എന്തായാലും ഈ പൂരം ആഘോഷം ഇതൊക്കെ തന്നെയാണ്. എന്തായാലും സംസാരിക്കാവോ? ഒരു പൂരത്തിന്റെ സന്തോഷമൊക്കെ ഒന്ന് പങ്കുവെക്കുക, നമുക്ക് കാണാലോ. അപ്പൊ എങ്ങനെ പേരെവിടെയാ? പേര് അരുൺകുമാർ. വീട് എവിടുന്നാ? വീട് പാലക്കില്. ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ? എല്ലാ തവണയും വരാറുണ്ട്. ഉഷാറായിട്ട് തന്നെ. തവണ എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മളൊരു വെറൈറ്റി സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞത് വെയിറ്റിംഗിലാണ് കാണാൻ വേണ്ടിട്ട്. അങ്ങനെ എല്ലാവരും കട്ട കയറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിരവധിയായിട്ടുള്ള എന്തൊക്കെയോ സസ്പെൻസുകൾ ഉണ്ട് എന്ന് ഇരുവിഭാഗങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ പറയുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ തുടങ്ങും, അല്പസമയത്തിനകം തന്നെ അത് ആ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ആകാംക്ഷ തന്നെയാണ് നമ്മളെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെ കാത്തിരുന്നതിന് അതിനുശേഷം അതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഈ പാറമേക്കാവ് വിഭാഗം ഈ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തും. എന്തായാലും അതിനുശേഷം തിരുവമ്പാടി വിഭാഗം അവരുടെ വിസ്മയത്തിന്റെ ചെപ്പ് തുറക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ പൂരത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതായത് ഈ പൂരം പ്രദർശനം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നാളെയും അത് തുടരും. എന്തായാലും അത് ഒരു 36 മണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് ഈ പൂരത്തിന്റെ ഈ മണിക്കൂറുകൾ, അതായത് ഉറക്കമില്ലാതെ ആളുകൾ ഈ തൃശ്ശൂർ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും കാളിദാസ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ ഈ പൂരം മുഴുവൻ കൂടിയിട്ടാണോ പോയത്? പൂരം മുഴുവൻ കൂടി എന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. അതും കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. സാമ്പിൾ വെടിക്കെട്ട് അത്ര സാമ്പിൾ അല്ല എന്നുള്ള അറിവുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ വന്ന സമയത്ത് ഞാൻ ആദ്യം കാണുന്നത് എറണാകുളം ശിവസുന്ദരന്റെ ഈ നെയ്ത്തലക്കാവ് ഭഗവതി ഈ തിറമ്പെടുത്ത് വരുന്ന ഈ ഒരു കാഴ്ചയാണ്. ഗംഭീര കാഴ്ചയാണ്, കാണേണ്ട കാഴ്ചയാണ്. അതിനുശേഷം ഒരു ഗംഭീര ഒരു മേളമുണ്ട്. ഘോഷവാദ്യങ്ങളുടെ ഒരു വിസ്മയം തീർക്കുന്ന ഒരു മേളമാണ്. അവിടാണ് തുടക്കം വരുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിനുശേഷം നമ്മുടെ പ്രധാന പൂരം, വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ മേളം നമ്മൾ
അത് ഇലഞ്ഞിത്തറമേളം, ആറാടേണ്ടി വരും നമ്മൾ. ഇലഞ്ഞിത്തറമേളം, ഇലഞ്ഞിത്തറമേളം, ബാക്കി എന്തൊക്കെ വേണം, നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ എന്തായാലും ഉണ്ട്. നമ്മളെല്ലാവരും അത് ഇങ്ങനെ ഓരോ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. അതായത് സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്പൊ 2 മിനിറ്റും കൂടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ വേഗം തന്നെ നമുക്ക് അതിലേക്ക് പോകും. അവിടെയാണ് അത് ആകാശത്ത് അവിടെ ആകാശത്തിന്റെ ആ ഭാഗത്തായിട്ടായിരിക്കും ആ വിസ്മയം ആദ്യമായി തന്നെ വിരിയുക എന്നുള്ളതാണ്. എന്തായാലും 2 മിനിറ്റ് സമയം കൂടി ബാക്കിയുണ്ട് ആ വിസ്മയത്തിന്റെ ചെപ്പു തുറക്കാൻ. സാമ്പിൾ വെടിക്കെട്ട് കാളിദാസൻ പറഞ്ഞതുപോലെ അത്ര സാമ്പിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. ഈ വളരെ സന്തോഷത്തോടു കൂടി ഓരോ നിമിഷങ്ങൾ എണ്ണി ആളുകൾ കാത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ വെയില്, ചൂട്, ഈ സംഭവങ്ങളൊന്നും തന്നെ അതിനെയൊന്നും തന്നെ വകവയ്ക്കാതെ ആളുകൾ വൈകുന്നേരം മുതൽ തന്നെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ അങ്ങനെ ഓരോരോ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറുന്നു, അവിടെ കാത്തിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വിസ്മയത്തിന്റെ ആ ഒരു ചെപ്പ് തുറക്കും. പാറമേക്കാവ് വിഭാഗമാണ് ആദ്യം സാമ്പിൾ വെടിക്കെട്ടിന് തിരികെ. ആവേശത്തിലാണ് തൃശൂർ പൂരം. സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കും. ഒരിടവേളയ്ക്ക് ശേഷം.